എൻ്റെ പേര് ക്രിസ്റ്റോ ജോർജ്, ഹൈക്കോണിൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറാണ്. ഈ വണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിൽ തന്നെ ചാണകം കൊണ്ടുവരാനും അതുപോലെ വളം കൊണ്ടുവരാനെല്ലാം ഭയങ്കര കോസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ലേബർ കാണുമ്പോൾ ചെയ്യാം. ഒരു 4 ഏക്കറുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ഓടിച്ച് എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട് ടിപ്പർ പോലെ അത് ടിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് 1.5 ടൺ വെയിറ്റ് കയറും. അപ്പോൾ ഇത്രയും വലിയ വണ്ടിയില്ല, നമുക്ക് 3-4 മോഡൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഐക്കോൺ ഫ്യൂച്ചറായിട്ട് ഡെവലപ്പ് ചെയ്ത് സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളൊരു കൊല്ലമായിട്ട് ഇവിടെ യൂസ് ചെയ്ത് ചെറിയോടെയും പാടത്തോടെയും എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇത് ഇറങ്ങിപ്പോകും. അപ്പോൾ ബാറ്ററിയാണോ? അത് ബാറ്ററിയാണ്. ഇതൊരു ദിവസം ഇതിലിരിക്കുന്ന ബാറ്ററി 6 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഒരു ദിവസം മാക്സിമം ഒരു 30 to 40 കിലോമീറ്റർ ഇടയിലാണ് ഇത് ഓടാം. നമുക്കിവിടെ ആവശ്യം നോർമലി 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ താഴെ വരുള്ള ഒരു ഫാമിൻ്റെ അകത്താവുമ്പോൾ രാത്രി യൂസിന് വേണ്ടിയിട്ടുള്ള പുറത്ത് കൊണ്ടുപോകാം. പക്ഷേ അതിൻ്റെ എയർ അപ്രൂവൽ എടുക്കാത്തതുകൊണ്ട് നമുക്ക് നമ്പർ കിട്ടില്ല രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഏകദേശം എന്നൊക്കെ ഇത് മാർക്കറ്റിലേക്ക് നമ്മൾ പുതിയ ഫാക്ടറിയുടെ വർക്ക് കഴിഞ്ഞാൽ അവിടെയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5-6 മാസത്തിനുള്ളിൽ നമ്മളിത് ലോഞ്ച് ചെയ്യണം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക്? 1.5 ടണ്ണിൻ്റെ വണ്ടി 1,80,000 അടുത്ത് വരും. അത് 80,000 തുടങ്ങിയിട്ട് പല മോഡലുണ്ട്. ഇതിൻ്റെ ചെറിയ മോഡൽ 4 മോഡലായിട്ടുണ്ട്. ആ 4 മോഡൽ ഏറ്റവും ചെറിയ മോഡലിന് ഒരു 80,000 വരും. അത് 300 കിലോ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് രീതിയിൽ. അപ്പോൾ സാധാരണ എല്ലാ കർഷകർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെറിയ മോഡൽ തുടങ്ങി മുകളിലേക്കുണ്ട് ചെയ്യാം. പുതിയൊരു ചുവടുവെപ്പ് തന്നെയാണ് ഈ ഹൈക്കോൺ അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ 300 കിലോ മുതൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു തുകയ്ക്കാണ് ഈ സാധനം മാർക്കറ്റിലേക്ക് എത്താൻ പോകുന്നത്. ചാർജും ചെയ്യാം. ശരിക്കും കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജൈവവളങ്ങൾ കൊണ്ടുപോകുന്നതിനാണെങ്കിലും ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കൊണ്ടുവരാനാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയുള്ള ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കർഷകർക്ക് സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാവുന്നത് സ്പ്രേ എല്ലാവർക്കും ഇതാണ്. ഈ സ്പ്രേ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ഇതിൻ്റെ ബാറ്ററിക്ക് തന്നെ കണക്ട് ചെയ്ത് സ്പ്രേ ഇതിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാം. ഡീസൽ പവർ വേറെ ഒന്നും വേണ്ട. അങ്ങനത്തെ 48 വോൾട്ട് വർക്ക് ചെയ്യുന്ന സ്പ്രേയർ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ മുകളിൽ ഡ്രമ്മും വെച്ചിട്ട് ഓടിച്ച് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് തന്നെ പോയി ഇന്ന് ചെയ്യാവുന്നുള്ളൂ. അവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്പ്രേയർ ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ കൈമ അടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടിയിൽ പോവാം. അത് വലിയൊരു കാര്യമാണ്. സ്പേസിങ് ക്ലിയർ ചെയ്ത് സയന്റിഫിക്കായിട്ടുള്ള ഫാമുകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. അതായത് ഈ ഒരു വണ്ടിക്ക് ഓടാൻ പറ്റുന്ന പാകത്തിനുള്ള വഴി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ മരുന്നടിക്കാനാണെങ്കിലും അത് മാത്രമല്ല ഇപ്പോൾ വളങ്ങളൊക്കെ ആണെങ്കിലും ഫോളിയർ സ്പ്രേയിലേക്ക് മാറി തുടങ്ങി ഒരുവിധം കർഷകരും. അപ്പോൾ അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേതിൻ്റെ വീതി കുറഞ്ഞ വണ്ടിയുണ്ട്, 800 കിലോ ഉണ്ട്. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഈ പറഞ്ഞ പോലെ ഫാമിൽ സ്പേസിങ്ങിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും വണ്ടി തിരഞ്ഞെടുക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ വണ്ടികളല്ലാതെ നേരിട്ട് കണ്ട് ഞങ്ങൾക്ക് ഏതൊക്കെയാണ് വാങ്ങാൻ പറ്റുന്നതെന്നനുസരിച്ച് വാങ്ങാനായിട്ട് എല്ലാ കർഷകരും വെയിറ്റിങ്ങിലാണ്. ഓക്കെ, താങ്ക് യു സർ.